നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോച്ചിങ്ങിന് പോകണോ വേണ്ടയോ, അതായത് കോച്ചിങ്ങിന് പോകാതെ PSC എക്സാമിന് പഠിച്ചാൽ ശരിയാവൂ. ഒരുപാട് പേരുടെ ഡൗട്ടാണല്ലേ. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ, കോച്ചിങ്ങിന് പോയിട്ടാണോ ചേച്ചി ലിസ്റ്റിൽ കയറിയത്, അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകണമെന്ന് നിർബന്ധമാണോ, സെൽഫ് സ്റ്റഡി ചെയ്താൽ കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കോച്ചിങ്ങിന് പോകണോ വേണ്ടയോ, അഥവാ പോവാൻ തീരുമാനിച്ചാൽ എവിടെ പോകണം, പോയാൽ ശരിയാവുമോ, ഒരുപാട് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിക്കുന്ന തുടക്കക്കാർക്കായിരിക്കും. അതായത് PSCയിലോട്ട് കാലെടുത്ത് വെക്കുന്ന ഫ്രഷേഴ്സിന്. അപ്പോൾ അവർക്കായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കോച്ചിങ്ങിന് പോവുക എന്നുള്ളത് ഒരു വളരെ നിർബന്ധമുള്ളൊരു കാര്യമല്ല. പക്ഷേ അത് പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ രീതികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ പഠിത്തത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കിത് പറയാൻ പറ്റും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്, PSC കോച്ചിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കോവിഡിന് മുൻപ് വരെയും ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അവിടെ കോർഡിനേറ്ററായിട്ട് കയറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. കോച്ചിങ്ങിന് പോയതുകൊണ്ട് എനിക്ക് കിട്ടിയ പ്രയോജനം എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്, നല്ല പ്രയോജനം കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ PSC എന്താണെന്ന് മനസ്സിലാക്കിയതും PSCയുടെ ട്രാക്കിലോട്ട് വന്നതും ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണ്. ഞാൻ ഇവിടെ കൊല്ലത്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനിവിടെ കോച്ചിങ് സെൻറ്ററിൽ പോയതിന് ശേഷമാണ് ആ PSC ട്രാക്ക്, അതായത് നമുക്ക് ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, PSC പറ്റി ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടാ. അപ്പോൾ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തലവേദനയായിരിക്കും. അപ്പം ഒരു കോച്ചിങ് സെൻറ്ററിൽ കുറച്ച് നാൾ പോകുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ നിർബന്ധവുമല്ല. ഇതൊക്കെ ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് ഓരോ ആളുകളുടെ രീതി. പക്ഷെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ അതിന് പോകാനുള്ള സാഹചര്യവും സാമ്പത്തികവും ഒക്കെ ഉള്ളവരോടാണ് പോയി കുറച്ച് നാളൊന്ന് പോയിട്ട് ആ ട്രാക്കിൽ എത്തിയതിന് ശേഷം കോച്ചിങ് നിർത്തി സെൽഫ് സ്റ്റഡി തുടങ്ങിയാലും വലിയ പ്രശ്നമില്ല. അതായത് ട്രാക്കിലെത്തി, ഇനി എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കും എന്നുള്ളൊരു സ്ഥിതി എത്തുമ്പം ആ കോച്ചിങ് നടത്തിയിട്ട് സെൽഫ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഈ ട്രാക്കിലൊക്കെ പിന്നെ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, ട്രാക്കിലൊക്കെ എത്തി PSC എന്താണെന്നൊക്കെ നല്ല രീതിയിൽ അറിയാം, പക്ഷെ ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയാലേ പഠിക്കൂ. അതായത് അവിടെ വഴക്ക് പറയും. എങ്ങനെയാ, അവിടെ ഓരോ ദിവസവും ഓരോ പോർഷൻസ് പഠിക്കാൻ കൊടുക്കും, എന്നിട്ട് അത് പഠിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ നാളെ വഴക്ക് കുറയും, അടി കൊടുക്കുന്ന കോച്ചിങ് സെൻറ്ററുകളും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് ഒരാൾ കമൻറ്റ് ബോക്സിൽ സ്ഥിരം, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ എല്ലാ വീഡിയോയുടെയും കമൻറ്റിൽ വന്ന് അടി കിട്ടുമോ ചേച്ചി ആ കോച്ചിങ് സെൻറ്ററിൽ, എനിക്ക് പേര് ഓർമ്മയില്ല, അടി കിട്ടുമോ ചേച്ചി കോച്ചിങ് സെൻറ്ററിൽ അടി കിട്ടുമോ ചേച്ചി എന്നും പറഞ്ഞ ഒരാൾ. എന്തോ ഉദ്ദേശത്തിൽ അങ്ങനെ കമൻറ്റ് റിപ്പീറ്റ് ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് അടി തരുന്ന കോച്ചിങ് സെൻറ്ററുകളുണ്ട് കേട്ടോ. ഞാൻ പോയിരുന്ന കോച്ചിങ് സെൻറ്ററിൽ ആ സമയത്ത് അടി കിട്ടുമായിരുന്നു. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് ചില സാറന്മാരേന്ന്. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടുണ്ട്, ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ, ഇപ്പോൾ പിള്ളേരെ കൂടി അടിക്കാൻ പാടില്ല എന്നൊക്കെ അല്ലേ. പക്ഷേ അപ്പം ഞാൻ PSC എന്താണ് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പഠിക്കത്തില്ല. എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയാലേ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരും കോച്ചിങ് സെൻറ്ററിൽ പോവുക എന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമുക്കൊരു കറക്റ്റ്, അതായത് വീട്ടിലിരുന്ന് ഇപ്പോൾ സെൽഫ് സ്റ്റഡി ഇപ്പം അത്രത്തോളം തീവ്രമായിട്ട് ഈ ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവർ ഒരു നിമിഷം പോലും പാഴാക്കാതെ കിട്ടുന്ന സമയം അത്രയും പഠിക്കാൻ ശ്രമിക്കും. പിന്നെ ജോലി വേണം എന്നുണ്ട്, എന്നാൽ അതിനുവേണ്ടി വലിയ മെനക്കെടാനൊന്നും റെഡിയല്ല. അങ്ങനെയൊക്കെ ഉള്ളവർ കോച്ചിങ് സെൻറ്ററിൽ തന്നെ പോകണമെന്നേ ഞാൻ പറയൂ. അതായത് അവർ വീട്ടിൽ ഇരുന്നാൽ പഠിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന പല പല കാര്യങ്ങളും ഉണ്ട്. അതിലെല്ലാം എൻഗേജ്ഡായിട്ട് പഠിത്തത്തിൻ്റെ ലെവൽ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളവരും കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കണമെന്നേ ഞാൻ അഭിപ്രായപ്പെടുത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് പിന്നെ ചിലവരെയൊക്കെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും ചില കാര്യങ്ങൾ. അങ്ങനെയുള്ളവർക്ക് ഒരാൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഒരാൾ പഠിപ്പിച്ച് തരുമ്പം അത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് ചെയ്തിട്ട് അത് ഒന്നുകൂടെ വായിക്കുമ്പോൾ റെഡി. അപ്പോൾ ഒരാൾ പഠിപ്പിച്ച് തന്നേ ഞാൻ പഠിക്കൂ എന്നുള്ളവരും കോച്ചിങ് സെൻറ്ററിൽ പോവുക. പിന്നെ ഇപ്പം ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ അങ്ങനെയും കുറേ പേർക്ക് ഡൗട്ടുണ്ട്, ഓൺലൈൻ തിരഞ്ഞെടുക്കണോ ഓഫ്ലൈൻ തിരഞ്ഞെടുക്കണോ എന്ന്. ഇപ്പോൾ ഓൺലൈൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അത് മറ്റുള്ളവരുടെ അഭിപ്രായം എല്ലാം
കേട്ട് വളരെ സൂക്ഷിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഫീ ഒക്കെ ഈടാക്കി നല്ല രീതിയിൽ തന്നെ ക്ലാസ് നല്ല ഫീ ഈടാക്കി നല്ല രീതിയിൽ ക്ലാസ് തരുന്ന ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിരിച്ച് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഉണ്ട്. നമുക്ക് ചിലതൊക്കെ അറിയാം. അപ്പം ആളുകളുടെ അഭിപ്രായവും കൂടെ, അതായത് ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലേക്ക് അഭിപ്രായമൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം മാത്രം അത് തിരഞ്ഞെടുക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം ഓൺലൈൻ കോച്ചിങ്ങും ഓഫ്ലൈൻ കോച്ചിങ്ങുമായിട്ട് അങ്ങനൊരു ഓഫ്ലൈൻ കോച്ചിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി പിന്നെ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടും, കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു സോഷ്യലി നമുക്കൊരു കുറേ കമ്മ്യൂണിക്കേഷൻ കിട്ടും, കുറേ ഫ്രണ്ട്സിനെ കിട്ടും. മറ്റേ ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് അങ്ങനൊരു ഇതില്ല. നമുക്ക് വീട്ടിൽ ഇരുന്ന് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച്, അതുമല്ല ഓൺലൈൻ കോച്ചിങ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേർന്നാലുള്ള ഏറ്റവും വലിയൊരു നമ്മുടെ അതായത് റെക്കോർഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് കേട്ടാൽ മതി. പിന്നെ പിന്നെ കേൾക്കാം, റെക്കോർഡ് ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും കേൾക്കാം എന്നുള്ള രീതിയിൽ അത് നീട്ടി വെച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ച് പോകത്തില്ല, അങ്ങനെ അത്രത്തോളം മനസ്സിൽ ഞാൻ ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ ഉള്ളവർ നീട്ടി വെക്കത്തില്ല. പക്ഷെ ഓഫ്ലൈൻ ആകുമ്പോൾ ആ ക്ലാസ് അന്നേ കിട്ടത്തുള്ളൂ, അത് പോയി അറ്റൻഡ് ചെയ്തേ പറ്റും, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയി പോകും, കിട്ടാതെ പോകും. അങ്ങനൊരു രണ്ട് വ്യത്യാസമുണ്ട്. അപ്പം ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിന് നല്ല രീതിയിൽ എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ളവർ സെൽഫ് സ്റ്റഡി ചെയ്തും കിട്ടും. സെൽഫ് സ്റ്റഡി ചെയ്ത് കിട്ടുന്ന എത്രയോ പേരുണ്ടല്ലേ. സെൽഫ് സ്റ്റഡി ചെയ്താൽ കിട്ടുമോ എന്ന് കുറേ പേർക്കൊക്കെ ഡൗട്ടാണ്. സെൽഫ് സ്റ്റഡി ചെയ്തും കിട്ടണം. എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയതുകൊണ്ട് തോന്നിയ ഉപയോഗങ്ങൾ, എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് അവിടെ നല്ലൊരു മിസ്സാണ് ഇംഗ്ലീഷ് എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് നന്നായിട്ട് കിട്ടിയത് കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ PSC ട്രാക്കിലോട്ട് വന്നതും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണ്. പിന്നെ അവിടെ റാങ്ക് ഫയലായിരുന്നു പഠിപ്പിക്കുന്നത്. റാങ്ക് ഫയലിലെ കുറേ ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അത് കിട്ടിയതും കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ്. അങ്ങനെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ ലിസ്റ്റിലൊക്കെ വന്നതും ഈ സെൽഫ് സ്റ്റഡി, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ബേസ് കിട്ടി ഇറങ്ങി പിന്നെ എൻ്റെ സെൽഫ് സ്റ്റഡി കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബാക്കി ലിസ്റ്റുകളിലൊക്കെ വന്നത്. അപ്പം സെൽഫ് സ്റ്റഡി കൊണ്ടും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഇതെല്ലാം ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ പഠിക്കാനുള്ള കാലിബർ, അവരുടെ കൺസിസ്റ്റൻസി, അവരുടെ പഠന സാഹചര്യങ്ങൾ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എന്താണ് കോച്ചിങ്ങിന് പോയേ പഠിക്കാൻ പറ്റത്തോളോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ലേന്നൊക്കെ ഡൗട്ടുള്ളവർക്കൊന്ന് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഓൺലൈൻ കോച്ചിങ്ങും ഓഫ്ലൈൻ കോച്ചിങ്ങും ഏതാണ് ബെറ്റർ എന്ന് ചിന്തിക്കുന്നവർക്കും അതൊന്ന് ക്ലിയർ ആയത് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഏത് തിരഞ്ഞെടുക്കുമ്പോഴും അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുടെ ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുടെ അഭിപ്രായം ഒന്ന്, ഇപ്പം നമുക്ക് അങ്ങനെ അഭിപ്രായം തേടാനായിട്ടാണെങ്കിൽ നമുക്ക് ടെലഗ്രാമൊക്കെ ഉണ്ട്. ടെലഗ്രാമിലെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ചോദിക്കാം. ഇന്ന പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അഭിപ്രായം പറയാമെന്ന് ചോദിച്ചാൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പറയും. ജെനുവിനായിട്ടുള്ളത് ആ ഒരു അഭിപ്രായം കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലൊക്കെ അറിഞ്ഞിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോയിൻ ചെയ്യുക എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ഇടും. നാളെ 10th പ്രിലിംസിൻ്റെ 3rd സ്റ്റേജാണ്, എക്സാമാണ്. എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കുഞ്ഞു കോഴ്സാണ്. അതിൽ കുറേ പേര് ഫീ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 മന്തിലേക്ക് 200 റുപ്പീസാണ് ഫീ ആയിട്ട് മേടിക്കുക. 1 മന്തിലോട്ട് 200 റുപ്പീസ്. ഇപ്പം 10th ലെവൽ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു മന്ത് കൊണ്ട്, ഈ ഒരു മന്തല്ല, ഞാൻ February 5 ഒക്കെ ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കോഴ്സ്. ഇപ്പം ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. February 5 തൊട്ട് March 5 വരെ 10th ലെവൽ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അത് കഴിഞ്ഞ് അടുത്ത മാസം 12th, അത് കഴിഞ്ഞ് ഡിഗ്രി. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷൻ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്ന പോർഷൻ മൊത്തം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസ്കഷൻ, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇംഗ്ലീഷും മലയാളവും മാത്സും ഉൾപ്പെടും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ 1 മന്തിലോട്ട് 200 റുപ്പീസാണ് ഞാൻ ഇതിന് മേടിക്കുന്നത്. ഒരുപാട് പേര് ഫീ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിരിക്കാം. അതിൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഡെമോ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇനിയും ഡെമോ എടുത്തിടും. അപ്പോൾ ആ ഡെമോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കോഴ്സിലോട്ട് ജോയിൻ ചെയ്താൽ മതി. ഞാൻ കോഴ്സിൻ്റെ വേറെ പ്രൊസീജിയേഴ്സോ ഒന്നും തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇപ്പം ഡെമോ ഇടുന്നതേ ഉള്ളൂ. ഡെമോ കണ്ടിട്ട് ആളുകൾ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക.
നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളിൽ എത്തിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെറും ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് പഠിച്ചു പോകുകയല്ല, നിങ്ങൾ ഡെമോ കണ്ടാൽ മനസ്സിലാവും ആ ഒരു പോർഷൻ ഫുള്ള് കവർ. ഇപ്പം ഒരു SCRT ടോപ്പിക്കിൽ നിന്നാണ് ആ ഒരു SCRTയുടെ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട SCRT പോർഷൻ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലാസ്സാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരെല്ലാം ആദ്യം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡെമോ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നാളെ പരീക്ഷ എഴുതിയ എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.